ഈ ഇൻഫ്ലുവൻസറിന്റെ പേരാണ് ഡാമിറ്റ് ബോയ്. ഡാമിറ്റ് ബോയ് അവസാനമായി ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാൻ നോക്കുകയാണ്. സോ ഡാമിറ്റ് ബോയും ഡാമിറ്റ് ബോയുടെ പ്രഗ്നന്റ് ഗേൾഫ്രണ്ടും കൂടി ചേർന്ന് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഗേൾഫ്രണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗേൾഫ്രണ്ടിന്റെ പേരാണ് മൊണലിസ. ഇവരുടെ യൂട്യൂബ് ചാനൽ ഡെയിലി വ്ലോഗ്സ് പ്രാങ്ക്സ് ഒക്കെയാണ് ഇടുന്നത്. പക്ഷെ ഒരു ദിവസം ഡാമിറ്റ് ബോയ്ക്ക് ഒരു ഐഡിയ വന്നു. അവൻ ഒരു സെക്കൻഡ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചു. ഈ ചാനൽ വെറും ആണുങ്ങൾക്ക് മാത്രമായിട്ടുള്ള ചാനലാണ്. ഇതിനകത്ത് ക്രേസി സ്റ്റാൻസും റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. സോ അവന്റെ ഈ ആദ്യത്തെ വീഡിയോയ്ക്ക് വേണ്ടി ഒരു അപകടകരമായ ഒരു സ്റ്റണ്ട് ചെയ്യാൻ തീരുമാനിച്ചു. അവൻ തന്റെ നെഞ്ചിൽ ഒരു കട്ടിയുള്ള പുസ്തകം ചേർത്ത് വെക്കും. അവന്റെ ഗേൾഫ്രണ്ടായ മൊണലിസ ഒരു തോക്കുകൊണ്ട് ആ പുസ്തകത്തിൽ വെടിവെക്കും. ഇതാണ് സ്റ്റണ്ട്. അങ്ങനെ ഡാമിറ്റ് ബോയ് മൊണലിസയുടെ പിന്നാലെ കെഞ്ചി നടന്നു. എന്റെ ചക്രയല്ലേ, എന്റെ പൊന്നല്ലേ, എന്റെ തേനല്ലേ, എങ്ങനെയെങ്കിലും ഈ സ്റ്റണ്ട് കൂടെ നിൽക്കാവോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മൊണലിസ ഒട്ടും ഇതിന് കൂട്ടുന്നില്ല. പരമാവധി എതിർക്കാൻ ശ്രമിച്ചു. പക്ഷെ ഡാമിറ്റ് ബോയ് വീണ്ടും അവളുടെ പിന്നാലെ നടന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിക്കാൻ അവ ശ്രമിച്ചു. അവ അവളോട് പറഞ്ഞു, ഞാൻ ഈ സ്റ്റണ്ട് മുമ്പേ ചെയ്ത് നോക്കിയായിരുന്നു, തോക്കൊണ്ട് വെടിവെച്ചപ്പോൾ ബുള്ളറ്റ് ബുക്ക് കഴിഞ്ഞ് പോയില്ല എന്നൊക്കെ അവളോട് പറഞ്ഞു. അങ്ങനെ അവർ 2 മാസം മൊണലിസയുടെ പിന്നാലെ നടന്നു. അവസാനം മൊണലിസ സമ്മതിച്ചു. മൊണലിസ സന്തോഷത്തോടെ അല്ല സമ്മതിച്ചത്, എന്നാലും സമ്മതിച്ചു. അങ്ങനെ മൊണലിസ ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിലും അവൾ പങ്കുവെച്ചു. ഞാനും ഡാമിറ്റ് ബോയ് ഒരു അപകടകരമായ ഒരു സ്റ്റണ്ട് ചെയ്യാൻ പോവുകയാണ്, ഇത് എന്റെ ഐഡിയയിലെ ഡാമിറ്റ് ബോയുടെ ആണ് എന്നും പറഞ്ഞു. അങ്ങനെ ഒരു വേനൽക്കാല ദിനത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ 2 പേരും തയ്യാറായി. 2 ക്യാമറകൾ സെറ്റപ്പ് ചെയ്ത് വെച്ചു. അതുപോലെ ഇത് കാണാനായിട്ട് 30 പേര് വന്നു. കൂടെ ഇവരുടെ 3 വയസ്സായ മോളുമുണ്ട്. അങ്ങനെ സ്റ്റണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഡാമിറ്റ് ബോയ് പറഞ്ഞു, ഞാൻ റെഡിയാണ്, എനിക്ക് മരിക്കേണ്ടി വന്നാൽ ഞാൻ സന്തോഷത്തോടെ പോകും. കാണികളെല്ലാം നിശബ്ദരാണ്. മൊണലിസ കയ്യിലിരുന്ന തോക്ക് നേരെ ഡാമിറ്റ് ബോയുടെ നെഞ്ചത്തിരിക്കുന്ന പുസ്തകത്തിൽ നേരെ ചൂണ്ടി. വെടിയുണ്ട പതിക്കേണ്ട സ്ഥലം പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കയ്യിലിരുന്ന തോക്ക് സാധാ ഒരു തോക്കല്ല, .50 കാലിബർ ഡെസേർട്ട് ഈഗിളാണ്. ഈ തോക്കിന് സാധാരണ തോക്കുകളെ അപേക്ഷിച്ച് വളരെ ശക്തിയുണ്ട്. അങ്ങനെ അവസാനം മൊണലിസ വെടിവെച്ചു. വെടിയുണ്ട കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് പൊട്ടും. പുസ്തകത്തിലോട്ട് കടന്ന് നേരെ ഡാമിറ്റ് ബോയുടെ നെഞ്ചിലോട്ട് തുളച്ചു കയറി. ഡാമിറ്റ് ബോയ് നോക്കിയപ്പോൾ അവൻ കണ്ടത് വെടിയുണ്ട നേരെ പുസ്തകത്തിലോട്ട് കടന്ന് അവന്റെ നെഞ്ചിലോട്ട് തുളച്ചു കയറിയതാണ് അവൻ കണ്ടത്. മൊണലിസ വളരെയധികം പേടിച്ചു പോയി. അവൾ നേരെ വീട്ടിലോട്ട് കയറി 911 വിളിച്ചു. അവൾ പറഞ്ഞു, ഞാൻ ആക്സിഡന്റ് ബോയ് ഫ്രണ്ടിനെ വെടിവെച്ചു എന്നും പറഞ്ഞു. ആംബുലൻസ് കുറച്ചു കഴിഞ്ഞ് സംഭവ സ്ഥലത്ത് എത്തിയെങ്കിലും ഡാമിറ്റ് ബോയ് മരിച്ചു. അങ്ങനെ പോലീസ് മൊണലിസയെ അറസ്റ്റ് ചെയ്തു. 2nd ഡിഗ്രി മാൻസ്ലോട്ടറിന് കോടതി ശിക്ഷ വിധിച്ചു. മൊണലിസ പ്ലീ ഡീലിന് അപേക്ഷിച്ചു. അങ്ങനെ 6 മാസം ജയിലിലും 3 മാസം വീട്ടു തടവിലും ശിക്ഷ വിധിച്ചു. ഈ സംഭവങ്ങളെല്ലാം നടന്നത് മൊണലിസയ്ക്ക് 19 വയസ്സുള്ളപ്പോഴാണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് മൊണലിസയുടെ ശിക്ഷാ കാലാവധിക്ക് കഴിഞ്ഞ് മൊണലിസ ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോഴും മൊണലിസ അവളുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ മറന്ന് മൊണലിസ പുതിയൊരു ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാറ്റ്സ് ലേഡീസ് ആൻഡ് ബോയ്സ് ആൻഡ് ഗേൾസ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.